പോപ്പ് ഫ്രാൻസിസിന്റെ കബറടക്കം ഞായറാഴ്ചയ്ക്കകം പൂർത്തിയാകും. പോപ്പ് കാലം ചെയ്താൽ 4 മുതൽ 6 ദിവസങ്ങൾക്കകം ചടങ്ങ് പൂർത്തിയാക്കണമെന്നതാണ് ചട്ടം. നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നതിന് കർദിനാൾമാരുടെ യോഗം വത്തിക്കാനിൽ തുടങ്ങി. പോപ്പിന്റെ മരണകാരണം വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു. പോപ്പ് ഫ്രാൻസിസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് കാരണം പക്ഷാഘാതവും തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. പോപ്പിന്റെ ഭൗതികദേഹം വിശിഷ്ട വ്യക്തികൾക്ക് ദർശനത്തിനായി സെന്റ് മാർത്ത അപ്പാർട്ട്മെന്റിലെ ചാപ്പലിലേക്ക് മാറ്റി. ഇറ്റാലിയൻ ഭരണാധികാരികൾക്കും കർദിനാൾമാർക്കും നയതന്ത്ര പ്രതിനിധികൾക്കുമാണ് ദർശനത്തിന് അവസരം. പോപ്പിന്റെ ആഗ്രഹപ്രകാരം ലളിതമായ ചടങ്ങുകളോടെ ആയിരിക്കും അന്ത്യയാത്ര. മാർപ്പാപ്പമാരെ കബറടക്കുന്ന ഗ്രോട്ടോയിലല്ല സംസ്കാരം. റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയായിരിക്കും പോപ്പിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങളുണ്ടായിരിക്കില്ല. ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ പൊതുദർശനവും ലളിതമായിരിക്കും. ഭൗതികദേഹം ഉയർന്ന പീഠത്തിൽ വെക്കില്ല. പരമ്പരാഗത രീതിക്ക് പകരം ഒറ്റ അറയുള്ള പെട്ടിയിലായിരിക്കും അടക്കം. കബറടക്ക ചടങ്ങുകൾക്ക് കർദിനാൾ സംഘത്തിന്റെ ഡീൻ ജിയോവന്നി ബാറ്റിസ്റ്റയും വൈസ് ഡീൻ കർദിനാൾ ലിയനാർഡോ സാൻഡ്രിയും പങ്കെടുക്കും. ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി, ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും രാഷ്ട്രത്തലവന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.